2024 ഫോട്ടോ ഫെസ്റ്റിന് വന്നതാണ്. കുറേ ക്യാമറയുടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ അറിഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നാലും ഒരു അടിപൊളിയാണ്. പർപ്പസ് അനുസരിച്ച് എന്താണോ നിങ്ങളുടെ ആവശ്യം, അങ്ങനെ എന്താണോ നിങ്ങളുടെ ടാർഗറ്റ്, അതനുസരിച്ച് വാങ്ങിക്കാനുള്ള ഒരു സ്റ്റാൾസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ AKPIക്ക് ഒരു പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇത്രയും ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഫെസ്റ്റിവൽസ് ഒക്കെ മുന്നേ അല്ലെങ്കിൽ ഇതൊരു ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ മുൻപേ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലൊരു ഫെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. ഫോട്ടോ ഫെസ്റ്റ് എല്ലാ വർഷവും ജനങ്ങളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പുതിയ ആൾക്കാരും അതോടൊപ്പം തന്നെ പഴയ ആൾക്കാരും തമ്മിലൊന്ന് കണ്ട് സംസാരിക്കാനും പരിചയപ്പെടാനും സാധിക്കും. സെക്കൻഡ് ടൈമാണ്. മുമ്പത്തേനേക്കാളും കഴിഞ്ഞ വർഷത്തേനേക്കാളും അപേക്ഷിച്ചിട്ട് ഇത്തവണ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ എനിക്ക് പഠിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ കുറേ ഞാൻ അറിയാത്ത അല്ലെങ്കിൽ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ പുതിയതായിട്ട് കണ്ടു. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോട്ടോ ഫെസ്റ്റ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പരിപാടിയാണിത്. നമസ്കാരം, എൻ്റെ പേര് രാധാകൃഷ്ണൻ, പിക്സൽ വില്ലേജിൽ നിന്നും. ഇത് എൻ്റെ 7ാമത്തെ ഫോട്ടോ ഫെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് AKPയുടെ 19ാമത്തെ ഫോട്ടോ ഫെസ്റ്റ് ആണ് ഇത്. ഓരോ തവണയും ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ്സ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വെന്യൂവിൻ്റെ the way they organize the functions, the way they conduct, everything is just fantastic. ഇത്തവണ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ധാരാളം കണ്ടു ഇവിടെ. And everyone had a camera in their hand. And they're all very serious ആയിട്ട് ഫോട്ടോഗ്രാഫിയെ പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് അത് പ്രൊഫഷണലി പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ധാരാളം കണ്ടു. ഇതെല്ലാം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചില കാഴ്ചകളാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും പ്രൊഫഷണൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതും വളരെ വലിയ കാര്യമാണ്. സോ ഓൾ ഇൻ ഓൾ, I always look forward to Photo Fest and looking forward to 20th
Photo Fest in 2025. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 19ാമത്തെ ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നത്. ഇത് വളരെ ഗംഭീരമായിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ഒരു ഫോട്ടോഗ്രാഫർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നമുക്ക് ആ ഒരു ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സ്റ്റാളുകൾ. കാരണം ഞാൻ എൻ്റെ മെന്റർഷിപ്പായിട്ട് ഞാൻ പല ഭാഗങ്ങളിലും ഞാൻ ഫോട്ടോഗ്രാഫി എക്സിബിഷന് പോകുന്നതാണ്. പക്ഷെ നമുക്ക് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്കുള്ള നമുക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാധനങ്ങളും നമുക്ക് കാണാറില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് എന്ത് വേണോ അത് മുഴുവൻ നമുക്ക് ഉള്ള ഒരു സ്ഥലത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള രീതിയിൽ ചെയ്ത് വളരെ നന്നായിട്ടുണ്ട്. അതിന്റെ കൂടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത് ഒരുപാട് ആളുകളുടെ പ്രൊഫസറായിട്ടുള്ള ക്ലാസ്സുകൾ എൻ്റെയും ക്ലാസ് ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ ക്ലാസ്സും കൂടെ ഇവിടെ സംഘടിപ്പിച്ചു എന്നുള്ളത് ആൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഹായ്, ഞാൻ ഷെറിൻ ജബ്ബാർ, ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫോട്ടോ ഫെസ്റ്റിന് വരുന്നത്. ഇതൊരു ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു ലോകം തന്നെയാണെന്നുള്ളത് കേട്ടോ. എന്താ പറയുക, ഇതൊരു ഫോട്ടോഗ്രാഫീനെ സ്നേഹിക്കുന്ന ഒരാൾ വന്നിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയും അധികം ബ്രാൻഡ്സുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. അവരുടെ എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ലൈറ്റിങ്സും ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരിക്കലും മിസ്സാക്കരുത്. താങ്ക് യു, ബൈ. നമുക്ക് നല്ല ടാലന്റ് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും ബേസിക് ആയിട്ട് നല്ല ലൈറ്റിംഗ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ഞാൻ പല ബ്രാൻഡിന് വേണ്ടിയിട്ടും വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴും ആ ബ്രാൻഡുകാർക്ക് എന്നോടുള്ള ചെറിയൊരു നീരസം, ഞാൻ ആ ബ്രാൻഡിനെ കുറിച്ചായിരിക്കില്ല പറഞ്ഞു കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യാൻ പഴയ കുറേ മുഖങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം. നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ.